ഇവർ ധരിച്ചത് ഹൈക്കോടതി വേറെ SIT ഏൽപ്പിക്കുമെന്ന്. ഹൈക്കോടതി SIT ഏൽപ്പിച്ചാൽ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നു, അജയ് തള്ളിനെ ചോദ്യം ചെയ്യുന്നു, അതുകൊണ്ടൊന്നും അങ്ങനെ വാർത്ത ഉണ്ടാക്കാമെന്നാണ് ധരിച്ചത്. എന്ത് പറഞ്ഞാലും SIT ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണെങ്കിലും SIT എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ്. SIT ആഭ്യന്തര വകുപ്പിൻ്റെ ക്രൈം ബ്രാഞ്ചാണ്. ക്രൈം ബ്രാഞ്ച് IG-യും ക്രൈം ബ്രാഞ്ച് SP-മാരും അടങ്ങുന്ന സംഘമാണ്. അതിൻ്റെ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രിയാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് എന്ത് ഹൈക്കോടതി സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാലും ശരി, അവർക്ക് നിയന്ത്രിക്കാവുന്നതും റിപ്പോർട്ടിംഗ് ഓഫീസർ DIG DGP ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് രാഷ്ട്രീയമായ കൈകടത്തലുണ്ടായി. അതുകൊണ്ടാണ് SIT-യെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഹൈക്കോടതി കൊടുപ്പിച്ചത്. പക്ഷേ ഹൈക്കോടതി SIT-യെ ഏൽപ്പിക്കാതെ, ഹൈക്കോടതിക്ക് ഇതിൻ്റെ കാപട്യം മനസ്സിലായതുകൊണ്ട് SIT ഏൽപ്പിക്കാതെ കേരള വിജിലൻസിൻ്റെ ഒരു സ്പെഷ്യൽ ടീം അന്വേഷിക്കാൻ പറഞ്ഞു. അവരന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു. അവർ എല്ലാം എന്നെ വിളിച്ചില്ല, ചോദിച്ചില്ല, എന്നോട് ഒരു കാര്യം അഭിപ്രായം ചോദിച്ചിട്ടില്ല, ഒരു മൊഴി എടുക്കാനൊന്നും എന്നെ വിളിച്ചിട്ടുമില്ല. അവർ